സിംഹം സുനിയുടെ ജിം. ഇപ്പോൾ കാട്ടിൽ നല്ല തണുപ്പാണേ. രാവിലെ എഴുന്നേൽക്കാനും ഓടിച്ചാടി നടക്കാനും ഒക്കെ കാട്ടിലുള്ളവർക്ക് ലേശം മടിയുണ്ട്. ഇര തേടാൻ പോകുന്നവരും വെയില് കായാൻ ഇറങ്ങുന്നവരും പതുക്കെ ഉണർന്നു വരുന്നതേയുള്ളൂ. അപ്പോ സൂര്യൻ ഉദിച്ച് ഇത്തിരി വെയില് വന്നു തുടങ്ങി. കാട്ടിലൂടെ നടക്കാൻ തീരുമാനിച്ച സിംഹം സുനി ഒരു കാര്യം ശ്രദ്ധിച്ചു. കാട്ടിലെ കുട്ടികളടക്കം ഉഷാറില്ലാത്തവരായിരിക്കുന്നു. എന്തായിരിക്കും കാരണം? ഓ, ആരും ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്നില്ലല്ലേ. വെറുതെ കുറെ ഭക്ഷണം കഴിച്ചും ഉറങ്ങിയും ജീവിക്കുകയാണ്. എല്ലാവരുടെയും ആരോഗ്യം ശരിയാക്കാൻ എന്താ വഴി? അപ്പോഴാണ് പണ്ട് കാടിനപ്പുറത്തെ പട്ടണത്തിൽ പോയി വന്ന കാക്ക ഒരു ജിം കണ്ട കാര്യം പറഞ്ഞത് ഓർമ്മ വന്നത്. അവിടെ വന്ന് കസരത്തുകൾ കാണിക്കുന്ന മനുഷ്യന്മാരൊക്കെ നല്ല ശക്തിയുള്ളവരാണത്രേ. അപ്പോ സിംഹം സുനിക്ക് ഒരു ബുദ്ധി തോന്നി. കാട്ടിലൊരു ജിമ്മ് തുടങ്ങാം. അതിനെന്തൊക്കെ വേണം? ജിമ്മ് നടത്താൻ പറ്റുന്ന നല്ല കാറ്റൊക്കെയുള്ള ഒരു ഗുഹ കണ്ടെത്തി. ഇനി ജിമ്മിലേക്ക് കുറച്ച് മെഷീനുകൾ വേണമല്ലോ. അതിനെന്ത് ചെയ്യും? അപ്പോഴാണ് കാട്ടിലെ ആസ്ഥാന ബുദ്ധിമാനായ കരടി ആ വഴി വന്നത്. സിംഹം സുനിയുടെ ആവശ്യം കേട്ടപ്പോൾ കരടിയും കൂടെ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ രണ്ടാളും ചേർന്ന് കുറച്ച് മുള വെട്ടിയെടുത്ത് നിന്നിടത്തു തന്നെ നടക്കാനാകുന്നൊരു ട്രെഡ്മില്ലുണ്ടാക്കി. പിന്നെ ഏകദേശം ഒരേ കനം വരുന്ന ചില കല്ലുകൾ കണ്ടെത്തി വൃത്തിയാക്കി വെച്ചു. ഡംബലായിട്ട് ഉപയോഗിക്കാലോ. ഉറപ്പുള്ള കാട്ടുവള്ളിയിൽ കുറച്ച് മരക്കട്ടകൾ കെട്ടി പുൾ മെഷീൻ ഉണ്ടാക്കി. തൽക്കാലം ഇത്രയും മതി. ഇനിയോ? ഇനി ജിമ്മിനൊരു പേരിടണം. കാട്ടിലെ കൂട്ടുകാരെയൊക്കെ ക്ഷണിക്കണം. സ്ഥിരമായി എല്ലാരെയും എത്തിക്കണം. തെളിഞ്ഞ ഒരു ഉച്ചയ്ക്ക് സിംഹം സുനി കാടിന്റെ നടുവിലെ ആ വലിയ പാറപ്പുറത്ത് കയറി നിന്നു. എന്നിട്ട് എല്ലാരോടുമായി പറഞ്ഞു, കൂട്ടരെ, ഒരു പുതിയ വ്യായാമശാല ഇന്ന് തുറക്കുകയാണ്. അതെ, ജിം. രസകരമായ വ്യായാമങ്ങൾക്കും കളികൾക്കുമായി എല്ലാവർക്കും ഞങ്ങളോടൊപ്പം ചേരാം. ഒരുമിച്ച് നമ്മൾ ശക്തരും ആരോഗ്യമുള്ളവരും ആവും. പാതി മയക്കത്തിൽ നിന്ന് മൃഗങ്ങൾ ഉണരാൻ തുടങ്ങി. മാനുകൾ ശരീരം നിവർത്തി. മുയലുകൾ മൂക്കുകൾ വിറപ്പിച്ചു. ഉറക്കം തൂങ്ങിയ ചെറിയ മൂങ്ങകൾ പോലും കണ്ണുകൾ ചിമ്മി തുറന്നു. കൗതുകത്തോടെ അവർ സിംഹം സുനിയുടെ ചുറ്റും കൂടാൻ തുടങ്ങി. ജിമ്മോ? അതെന്താ? കണ്ണുകളിൽ നിന്ന് ക്ഷീണം തിരുമ്മി മാറ്റിക്കൊണ്ട് ഒരു അണ്ണാൻ ചോദിച്ചു. അത് നല്ല ചോദ്യം. ശരീരം ഉറപ്പുള്ളതാക്കാനും സന്തോഷത്തോടെ ഇരിക്കാനുമുള്ള ഒരിടം, സിംഹം സുനി ആവേശത്തോടെ പറഞ്ഞു. ട്രെഡ്മില്ലുകളും വലിക്കുന്ന യന്ത്രങ്ങളൊക്കെ ഉണ്ട് അവിടെ. നമ്മളെല്ലാരും ഒരുമിച്ച് നമ്മളെ തന്നെ ശ്രദ്ധിച്ച നമ്മുടെ കാട് കൂടുതൽ നല്ലതാകില്ലേ? കാട്ടിലുള്ളവർ പരസ്പരം നോക്കി. ഒരുമിച്ച് വ്യായാമം ചെയ്യാൻ രസമായിരിക്കും അല്ലേ? അടുത്ത ദിവസം രാവിലെ തന്നെ വ്യായാമശാല ചിരിയും ഊർജവും കൊണ്ട് നിറഞ്ഞു. മാനുകൾ മുള കൊണ്ടുള്ള ട്രെഡ്മില്ലിലോടി. മുയലുകൾ ഊഴമിട്ട് കല്ലുടമ്പലുകൾ ഉയർത്തി. കാട്ടുവള്ളികൾ കൊണ്ടുള്ള വലിക്കുന്ന യന്ത്രം എങ്ങനെ ഉപയോഗിക്കണമെന്ന് ബുദ്ധിമാനായ കരടി എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. മുൻപ് ചടച്ചിരുന്നിരുന്ന കാട്ടിലെ കുട്ടികൾ പോലും ഇപ്പൊ കാട്ടിൽ ഓടിച്ചാടി നടക്കുന്നു. അങ്ങനെ കാട്ടിലെ ജിം സുഹൃത്തുക്കൾ ഒത്തുചേരുന്ന ഒരിടമായി മാറി. വെറും വ്യായാമം ചെയ്യാൻ മാത്രമല്ല, സന്തോഷിക്കാനും ചിരിക്കാനും ഒക്കെ കാട്ടിലുള്ളവർ ജിമ്മിൽ വന്നു തുടങ്ങി. ഒത്തുചേർന്ന് ആരോഗ്യമുള്ളവരായി മാറിയ കാട്ടിലെ മൃഗങ്ങളെ കണ്ട സിംഹം സുനിയും കരടിയും സന്തോഷത്തോടെ ജിമ്മിന് പേരിട്ടു. അതെന്തായിരുന്നോ? അതെ, ജിം കൂട്ട്. കഥ ഇഷ്ടായോ?